Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. കൂകിപ്പാടും ഒരു പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകുറുകിപ്പാടും കാക്കച്ചിയമ്മേ, തുരുതുറവെയ്യുന്ന മഴയിൽ പാടി ആടിവാ. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. The shining star of Jesus. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. Johnny. കുട്ടി തൊണ്ടേ കുടുങ്ങി കുട്ടി മരിച്ചതായി പത്രത്തിൽ കേട്ടിട്ടുണ്ട്. അത് പാത്രത്തിൽ ശ്രദ്ധിച്ച് കഴിക്കാത്തവരാ. അന്നപ്രശ്നം മഹാപ്രശ്നം. എന്നുവെച്ചാ അന്നം മാത്രമാണ് പ്രശ്നമെന്ന് അർത്ഥം വെച്ചോളൂ. നിങ്ങൾ അവനെ കളിയാക്കണ്ട, അവൻ തിന്നോട്ടെ. മമ്മി, ഞങ്ങളൊന്ന് നടക്കാൻ പോട്ടെ. ഇന്ന് അവധിയല്ലേ? മമ്മി പപ്പയോട് പറഞ്ഞാ മതി. പോകുന്നത് കൊള്ളാം, ശ്രദ്ധിച്ചു പോയിക്കോണം. കാര്യം ഞങ്ങളേറ്റു. ഞാനൊരു ലൈഫ് എക്സ്പേർട്ട് അല്ലേ. അതാണ് എന്റെ ബലം. പോവുമ്പോ 5 നിലയുള്ളൊരു ചോറും പാത്രത്തിൽ നിറച്ചും ഭക്ഷണം വേണം. ഓ, വീണ്ടും അന്നപ്രശ്നം. ഓടി ഓടി വന്നിടും ഞങ്ങളെ കുഞ്ഞു പറവകളാ. ഈ പ്രകൃതിക്ക് എന്തൊരു ചന്തമാ, കണ്ടാലും മതി വരില്ല. ഈശാവാസ്യം ഇതം സർവമെന്നാണല്ലോ. സർവവും ഈശ്വരനാൽ പൂരിതമെന്നല്ലേ ഇത് രഘുസാർ പഠിപ്പിച്ചിട്ടുണ്ട്. ദേ ഇങ്ങോട്ട് നോക്കിയേ, എന്തൊരു സൗന്ദര്യം. കോച്ചുവാദം പിടിച്ച പോലുണ്ട്. പ്രകൃതിയുടെ ഭംഗിക്ക് മുമ്പിൽ നമ്മൾ ഒന്നുമല്ല. ഭക്ഷണത്തിന് സുന്ദര മണം. വല്ല മനുഷ്യരുടെയും ആയിരിക്കും, കിട്ടാൻ വഴിയില്ല. വല്ല പിള്ളേരുമാണെങ്കിൽ ഞെട്ടിച്ചു നോക്കാം. പിള്ളേരെ ഞെട്ടിച്ചിട്ടല്ലേ ഈ ഗതി വന്നത്. നാട്ടിൽ കണ്ടാൽ ആൾക്കാർ തല്ലിക്കൊല്ലും. ഏതായാലും അവര് വരട്ടെ. എന്റെ ചൂട്ട് കിടന്നിട്ട് അക്രമം കാണിക്കരുത്. പ്രകൃതി മനോഹരം, ക്ഷീണം ഭയങ്കരം. കുറെ പട്ടികള്, എനിക്ക് പേടിയാ. അതെ, അവന്മാര് കലിപ്പിലാണെന്നാ തോന്നുന്നു. നമ്മളൊന്നും ചെയ്തില്ലേ അവര് നമ്മളെ ഒന്നും ചെയ്യില്ല. പ്രകൃതിയിലെ ഒന്നിനെയും നമ്മൾ പ്രകോപിപ്പിക്കരുത്. ഓ ഡോഗ്സ്, ഇവിടെ ഇവരുണ്ടോ? ഞങ്ങളും തറവാട്ടി പിറന്നവരാ. ജോപ്പ, ഇതാ നിങ്ങളുടെ കൈസർ. ജോപ്പനെ കടിച്ചിട്ട് ഓടിപ്പോയ കൈസർ. എനിക്ക് തരേണ്ട പൊറോട്ട എനിക്ക് തരാതെ തട്ടിയെടുത്താൽ എനിക്ക് സഹിക്കുമോ? വീണ്ടും ഭക്ഷണം തന്നെ പ്രശ്നം. നീറ്റിൽ ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. ഞാൻ മറക്കൂല. സോറി ബ്രോ, വിശന്നപ്പോൾ പൊക്കിളിന് ചുറ്റും എത്ര കുത്താ കിട്ടിയത്. വയറിന്റെ തീൻകുത്ത് കൂടിയതിന്റെ ഫല. യജമാനന്മാരുടെ പെരുമാറ്റ പ്രശ്നമാണ് ഞങ്ങളെ തെരുവിലിറക്കിയത്. ഞങ്ങളുടെ അഡ്രസ് കളഞ്ഞു. ഓക്കെ, നമുക്ക് ശരിയാക്കാം. ഞങ്ങളൊന്ന് വിശ്രമിക്കട്ടെ. ഓക്കെ ബ്രോ. ഞാനേ ഏരുകേട്ട തറവാട്ടിപ്പെട്ടതാ. എന്റെ മുതുമുത്തച്ഛനെ പറ്റി ബൈബിളിൽ പരാമർശമുണ്ട്. ഏത്? കർത്താവ് ശപിച്ച അത്തിമരമോ? അതെ,
ആ നിർഭാഗ്യവാൻ എന്റെ മുതുമുത്തച്ഛനാ. ബെസ്റ്റ് ഫാമിലി. ആ കഥ പറ. ഞാനേ ഒരുപാട് അത്തിപ്പഴം കഴിച്ചിട്ടുണ്ട്. കർത്താവ് എന്തിനാ മുതുമുത്തച്ഛനോട് അങ്ങനെ ചെയ്തത്? അത് സിമ്പിൾ കാരണം. കർത്താവ് നോക്കി അത്തിപ്പഴം കണ്ടില്ല. ഫിനിഷ്. എത്രയോ തവണ ഞാൻ മീൻകറി പാത്രത്തെ ശപിച്ചിരിക്കുന്നു. കറി തീർന്നു പോയാൽ ആരായാലും ശപിച്ചു പോവും മോനെ. ജോപ്പന്റെ പരീക്ഷാ പേപ്പർ നോക്കിയ ടീച്ചർമാരെ എത്രയോ ശപിച്ചിരിക്കണം. ഇത് തമാശക്കാര്യമല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലുണ്ട്. അമ്മാവൻ പറ. എന്നെ പണ്ട് സായിപ്പന്മാരിവിടെ കൊണ്ടുവന്ന് നട്ടതാ. എത്ര കാലമായി, എത്രയോ മാറ്റങ്ങൾ കണ്ടു. മുത്തച്ഛന് ശരിക്കും എന്തു പറ്റിയതാ? കർത്താവ് അങ്ങനെ ചെയ്യോ? അങ്ങനെ ചെയ്യാൻ വഴിയില്ല. മുതുമുത്തച്ഛന് ഒരു 1.5 കട്ട മരമായിരുന്നു. നന്നായിട്ട് കൊഴുത്ത് തടിച്ച് നല്ല നല്ല മസില് വന്നിട്ടുള്ളൊരു മരം. ഓ, ഇതാ ഇങ്ങനെ ആക്രി മാതിരി. പക്ഷേ ആ സമയത്ത് കർത്താവ് വന്ന് ഫലം അന്വേഷിച്ചു. എന്നാ ചെയ്യാൻ പറ്റും? അത് അത്തിപ്പഴത്തിന്റെ കാലമായിരുന്നില്ലല്ലോ. അത് 1.5 ചെയ്ത്തായിപ്പോയി. നേരത്തെ പറയാതെ പരീക്ഷ ഇടുന്നത് പോലെ. ദൈവത്തിന്റെ വരവ് പേടിക്കണം മക്കളെ. ഞങ്ങൾക്ക് ഫലം ചൂടാൻ കാലുകളുണ്ട്, പക്ഷേ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാലമൊന്നുമില്ലല്ലോ ഈ ഫലമണിയാൻ. മനസ്സിലായി അപ്പൂപ്പ. എപ്പോഴും ഫലം പുറപ്പെടുവിപ്പിക്കണം. സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നിത്യവസന്തം. കർത്താവ് വന്ന് എന്നെ കത്തിക്കും. എല്ലാ പേപ്പറിലും 0. പയറിന് മാത്രം വളർച്ചയുണ്ട്. എന്തായാലും ഇവിടെ വന്നത് നന്നായി. നല്ലൊരു കാര്യം ഓർമ്മയിലെത്തി. സമയം കളയാതെ ജീവിക്കണം. ദൈവപുത്രൻ ഫലം തേടി വരിക തന്നെ ചെയ്യും. നമുക്ക് നല്ല കുട്ടികളായി ഫലം നൽകണം. ഫലം നൽകാതെ ഉയർന്നു നിൽക്കും വൃക്ഷനിരകളെയെല്ലാം അരിഞ്ഞു വീഴ്ത്തും. ഒന്ന് നിർത്ത്, ചുമ്മാ പേടിപ്പിക്കാതെ. ഈ ഭക്ഷണക്കാര്യത്തിൽ തീരുമാനമാക്ക. ദാ ഇപ്പൊ ശരിയാക്കാം. മരപ്പൂപ്പ, നല്ല പാഠത്തിന് നന്ദി. കർത്താവ് കത്തിക്കാൻ വരുന്നതാണോ? ഏയ് അല്ല, അവിടുന്ന് സ്നേഹവും കാരുണ്യവുമുള്ള പിതാവാണ്. നമ്മൾ ഫലമണിയോളം അവിടുന്ന് കാത്തിരിക്കും. ഇത്തവണ പരീക്ഷയ്ക്കൊരു പിടി പിടിക്കണം. ഭക്ഷണമാണോ ആവോ? നമുക്ക് പോകാം. ഇന്നൊരു സുന്ദര ദിവസമല്ലേ? നീ മുമ്പിൽ നട, നീ പിറകിൽ നടക്കുമ്പോൾ എന്റെ പുറകിൽ ഒരു പുകച്ചിൽ. പട്ടികളോട് അടിസ്ഥാനപരമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതാണോ വേണ്ടത്? ചൂഷണരഹിതവും ഭക്ഷണസമ്പുഷ്ടവുമായ ഒരു മനുഷ്യ പട്ടിബന്ധം, അതാണ് ഞങ്ങളുടെ സ്വപ്നം. അതൊക്കെ പോട്ടെ കൂട്ടുകാരെ. നമ്മളെല്ലാവരും ദൈവം നട്ട മരങ്ങൾ തന്നെയാണ്. യഥാകാലം നമുക്ക് ഫലം ചൂടി നിൽക്കാം. അങ്ങനെ മനുഷ്യരും ദൈവവും നമ്മളെ നോക്കി നിരാശരാകാതെ സദാ പുഞ്ചിരിക്കട്ടെ.